തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. നിലമ്പൂർ തൃണമൂൽ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ കത്രിക ചിഹ്നത്തിൽ മത്സരിക്കാൻ പോവുകയാണ്. പി വി അൻവർ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ ഒടുവിൽ കത്രിക ചിഹ്നമാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണ് ചിഹ്നത്തിൽ വെച്ച് ലഭിക്കുമ്പോൾ ഒരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? പ്രതീക്ഷ 100%. നല്ല വോട്ടിന് ജയിക്കും. സ്വാഭാവികമായും കത്രിക പൂട്ടും കത്രിക ചിഹ്നവും ഇവിടെ ചർച്ചയാവുമല്ലോ. ജനങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഈ പറയുന്ന പിണറായി സത്തിൻ്റെ അടിവേര് ഒരു ശബ്ദം പോലും ഇല്ലാതെ 23-ാം തീയതി പോളിംഗ് ബൂത്തിൽ അവർ കൃത്യമായി നിർവഹിക്കും. ആ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 3 ദിവസം ഞാൻ നടത്തിയ മണ്ഡല പര്യടനത്തിൽ സാധാരണ ഞാൻ 6ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. ഒരിക്കൽ പോലും സ്ഥാനാർത്ഥികൾ നിങ്ങൾ പോയിക്കോ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളൊന്നും പറയണ്ട എന്ന് പറയാറില്ല. ചെല്ലുമ്പം തന്നെ കൈ പിടിച്ചിട്ട് നിങ്ങൾ പോയിക്കാൻ ഇവർക്ക് നിങ്ങൾ സമയം കളയണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് ജനം പറയുന്നത്. അത് വളരെ വലിയ പോസിറ്റീവല്ലേ. ഒന്നും നിങ്ങൾ പറയണ്ട, നിങ്ങൾ ഇനി സംസാരം നിർത്ത്, നിങ്ങൾ ആരോഗ്യം നോക്കുക എന്ന് പറയുന്നവർ വേറെ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രതിഫലനം ഉണ്ടാവും. ഈ പി വി അൻവർ ആദ്യം മുതൽ തന്നെ വാർത്താ സമ്മേളനങ്ങൾ പ്രയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണ് തന്നെ കത്രിക പൂട്ടിട്ട് പൂട്ടുന്നു എന്നുള്ളത്. ഈ ഒരു കത്രിക ചിഹ്നം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകളില്ലെങ്കിൽ അത്തരം കണക്കൂട്ടിൽ തന്നെ ആയിരുന്നോ അത്തരം പ്രയോഗങ്ങളൊക്കെ തന്നെ ആദ്യം തന്നെ പ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്നത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് കത്രിക പൂട്ടിട്ടവരെ നിലമ്പൂർക്കാർ കത്രിക പൂട്ടിന് വിധേയമാക്കാൻ പോവുകയാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ ഈ പറയുന്നവരെ കത്രിക പൂട്ടിട്ട് പൂട്ടും. ആരുടെ പേരാണ് കത്രിക അറുക്കാൻ പോകുന്നത്? അറുക്കാൻ പോകുന്ന പേരുകൾ പിണറായി സത്തിൻ്റെ പേരാണെന്ന് വളരെ കൃത്യമാണല്ലോ. പിണറായി സത്തെ സഹായിക്കുകയും അതിനുവേണ്ടി നാട് മുഴുവൻ നടന്ന് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നൊരു വ്യക്തി, മറ്റൊരു വ്യക്തി അതിൻ്റെ പിണറായിയുടെ നിഴലിൽ ഒളിഞ്ഞു നിന്ന് ഇന്ന് വരെ ഈ മലപ്പുറത്തെ വിഷയങ്ങളോ പിണറായി സമോ ഒരു വാക്ക് പോലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നൊരു പൊതുയോഗത്തിൽ പോലും ഒരു പിണറായി സം എന്ന വാക്ക് അദ്ദേഹം ഉദ്ധരിച്ചതായിട്ട് ഞാനെവിടെയും കണ്ടില്ല. ഞാൻ പലരോടും അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പോലും പറയാത്ത അദ്ദേഹം എങ്ങനെയാണ് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ് നടത്തുക എന്ന് UDF ലീഡർഷിപ്പ് പറയുക? എങ്ങനെയാണ് ജനങ്ങൾ ഉൾക്കൊള്ളുന്നത്? ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അവർ തിരഞ്ഞെടുത്ത ക്യാപ്റ്റൻ തെറ്റിപ്പോയി, അതാണ് വിഷയം. മുമ്പ് 2 തവണ ഇതേ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും പൊന്നാനിയിലും വയനാടുമൊക്കെ. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര അപരിചിതമായൊരു ചിഹ്നമല്ല എന്നെ സംബന്ധിച്ചിട്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ചിഹ്നമോ ഒന്നുമല്ല ഇവിടെ പ്രസക്തി. ഇവിടെ പിണറായിസവും ജനങ്ങളും തമ്മിലെ പോരാട്ടമാണ്. ആ പിണറായിസം ഇവിടെ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിന് ത്യാഗം സഹിക്കേണ്ടി വന്നവൻ ഞാനാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ പിണറായിസത്തെ നേരിടാൻ ആരാണ് ഏറ്റവും ഉത്തമൻ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കും. അതായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ വിധി. ഇന്നിപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം പി വി അൻവർ വെച്ച ഉപാധികളാണ്. തന്നെ ആഭ്യന്തരമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയൊക്കെ ആക്കണമെന്നുള്ളത് ഏറെ ട്രോളുകൾക്കും പരിഹാസത്തിനും വിധേയമാവുകയും ചെയ്തു. അത്ര ഒരു പരിഹാസപാത്രമാകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല. ഞാനൊരു ഘട്ടത്തിൽ എന്നെ ഒരുപാട് കാലം വേട്ടയാടിയവരാണ് നിങ്ങളൊക്കെ. അന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അപമാനം ആഘോഷമാക്കിയവനാണ് പി വി എന്ന് പറയുന്നത്. അതാണ് എൻ്റെ സ്റ്റാൻഡ് ആ കാര്യത്തിൽ. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപമാനിച്ചിട്ടും ട്രോളിയിട്ടും എന്നെ പിന്മാറ്റാൻ കഴിയുമെന്ന് ആര് ധരിച്ചാലത് തെറ്റിദ്ധാരണ. ആരതിൽ ട്രോളുന്നത്? ഈ നിലമ്പൂരിലെ പാവപ്പെട്ട വോട്ടർമാരാണ് ഇതിൽ വോട്ട് ചെയ്യേണ്ടത്. അവരല്ലല്ലോ ട്രോൾ ചെയ്യുന്നത്. ഇവിടെ ഈ പറയുന്ന മുതലാളിപത്വവും ഈ പിണറായിസവും വിജയിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഈ സംസ്ഥാനത്തിൻ്റെയും വിദേശത്തൊക്കെ ഇരുന്നിട്ടുള്ള ആളുകളാണ് ഈ ട്രോളുന്നത്. സന്തോഷപൂർവ്വം സ്വീകരിക്കും. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണത്രേ ഉള്ളൂ. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി വനം വകുപ്പ് മന്ത്രിയൊക്കെ നൽകണമെന്ന് പറയുമ്പോൾ അത് നടക്കാത്ത കാര്യമാണെന്ന് പി വി അൻവർ തോന്നുന്നില്ല. ഇനിയിപ്പോൾ UDF ഭാഗ്യവീൽ പ്രൊഫഷൻ കിട്ടുകയാണെങ്കിൽ പോലും. അപ്പോൾ എനിക്ക് അവർ തരാൻ പോകുന്നത് എന്താ? പഞ്ചായത്ത് മെമ്പറോ? ഞാൻ ഉയർത്തിയ 2 വിഷയങ്ങളാണ് പോലീസും ഈ പറയുന്ന ആഭ്യന്തരവും. ഈ പറയുന്ന VD സതീശനാണ് UDFനെ നയിക്കുന്നതെങ്കിൽ ആണ് ഞാൻ ആ 2 ഉപാധി വെച്ചത്. എന്താ വനം വകുപ്പ് എനിക്ക് തന്ന കുഴപ്പം? ഞാനിരുന്ന് പിന്മാറുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കുമ്പോൾ ഈ എന്നെ സ്നേഹിച്ച് നിൽക്കുന്ന ഈ ജനങ്ങളോട് നിങ്ങൾ ഏറ്റെടുത്ത വിഷയം ഇവർ പരിഹരിക്കും എന്നുള്ളതിന് എന്ത് ഉറപ്പെന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? ഒന്നുമില്ലല്ലോ. ഞാൻ ആഭ്യന്തരവും എന്താ പറയുക ഫോറസ്റ്റും 2ഉം വേണമെന്നല്ല പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു വകുപ്പ്. ഞാൻ ഉയർത്തിയ 2 വിഷയം, ഒന്ന് പോലീസും ഒന്ന് മലയോര ഫോറസ്റ്റുമാണ്. ആ നിലക്ക് ആ ആളുകളുടെ, എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല. ഇന്നലെ രാത്രി ഇതിന് പരിഹാരം തേടിയിട്ടുള്ള മലയോര മേഖലയിലെ സാമുദായിക നേതാക്കളുമായി ഞാൻ സംസാരിക്കുമ്പം അവരാണ് അവസാനം പറഞ്ഞത് ഇതിൽ അവരെന്ത് നിലപാടെടുക്കും നോക്കൂ. എന്ത് നിലപാടെടുത്താലും നിങ്ങളെടുത്ത നിലപാടിനോടൊപ്പം ഞങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞാണ്. സ്വാഭാവികമായിട്ട് അവർ റിക്വസ്റ്റ് നടത്തുന്നതിന് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് ഞാൻ സമൂഹത്തോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈ മത സാമുദായിക നേതാക്കൾ ഇതിൽ ഇടപെടുന്നുണ്ടെന്ന് ആദ്യം മുതൽ തന്നെ പി വി അൻവർ പറയുന്നു. അത്തരമൊരു സാമുദായിക നേതാക്കളൊക്കെ പിന്തുണ ഇപ്പോഴും യഥാർത്ഥത്തിൽ പി വി അൻവർ ഇപ്പോഴും ലഭിക്കുന്നുണ്ടോ? ചർച്ചകൾ ഇപ്പോഴും ഇടപെടുന്നുണ്ട്. എന്ത് തർക്കം? ഞാനിവിടെ സംസാരിച്ചത് ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും വേണ്ടിയിട്ടാണ്. എന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വർഗീയവാദിയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടന്നിരുന്നു, അല്ലേ? അപ്പം ഞാൻ വർഗീയവാദിയാണ്. ഞാൻ മനുഷ്യൻ എന്ന വർഗത്തിന് വേണ്ടി വാദിക്കുന്ന വർഗീയവാദിയാണ്.
അപ്പോൾ ഞാൻ ഈ മലയോര കർഷകർക്ക് വേണ്ടി പോരാട്ടം നടത്തുമ്പം അതിൽ വർഗീയവാദം ആരും പറയുന്നില്ലല്ലോ. ഞാൻ ഈ മലപ്പുറത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഭൂരിപക്ഷ ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോഴാണ് വർഗീയവാദം. നമ്മൾ അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ്. കുടിയേറ്റ മേഖലയിൽ നമുക്കറിയാം, നമ്മുടെ ഈ മലയോര മേഖലയിലൊക്കെ ഇത്ര വലിയ വികസനം ഉണ്ടാക്കിയതും ഈ വിദ്യാഭ്യാസ പുരോഗതിക്ക് കേരളത്തിൻ്റെ അടിസ്ഥാനം കുറിച്ചതും ഇവിടുത്തെ ക്രൈസ്തവ സമുദായമാണ്. ഈ മലയോര മേഖലയിൽ കുടിയേറ്റം നടത്തിയിരുന്ന പാവപ്പെട്ട കർഷകർ ഇവിടെ വന്ന് കുടിയേറ്റം നടത്തി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടപ്പം ഈ പ്രദേശങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു വീടുകളാണ്. അവിടെ ഒരു കൊച്ചു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന എന്താ പറയുക, ആ ആശയം കൊണ്ടുവന്നത് ബഹുമാന്യനായ മരിച്ചുപോയ ചാവറയച്ചനാണ്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ കൊച്ചു കൊച്ചു കുടിലുകളിൽ ആരംഭിച്ച സ്കൂളുകളാണെന്ന് വലിയ എന്താ പറയുക സ്ഥാപനങ്ങളായി മലയോര മേഖലയിൽ മുഴുവൻ മാറിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ നിലമ്പൂർ തന്നെ എടുത്താൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതും കുട്ടികൾ പഠിക്കുന്നതും ക്രൈസ്തവ സമുദായത്തിൻ്റെയാണ്. ഇവിടെ എത്ര ശതമാനമാണ് ക്രൈസ്തവരുള്ളത്? 10, 12, 13% ഉണ്ടാവും. ബാക്കി വരുന്നത് 40-45% മുസ്ലിങ്ങളും ഏകദേശം അത്ര തന്നെ അവിടെ ഹൈന്ദവരുമാണ്. അവരുടെ മക്കളാണ് പഠിക്കുന്നത്. ഇന്നും ക്രൈസ്തവ സമുദായം സ്വന്തം കീശയിൽ നിന്ന് സമുദായത്തിൻ്റെ പണം ചെലവഴിച്ചിട്ട് പലതും അൺഎയ്ഡഡാണ് ഈ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തിന് എല്ലാവർക്കും ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അവർ ചെയ്യുമ്പോൾ അത് കാണാതെ പോകാൻ പറ്റുമോ? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അടിത്തറയിട്ട ആ സമുദായത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ ഈ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമ്മൾക്കില്ലേ? നമ്മളത് ഒളിച്ചു വെക്കില്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ അവരുടെ കൂടെ തന്നെയാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചപ്പോൾ ആ പോലീസിൻ്റെ ആ നിലപാടിന് ഞാൻ എതിരാണ്. നാളെ ഹൈന്ദവനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനോടൊപ്പമാണ്. ശബരിമല വിഷയത്തിൽ ഈ പറയുന്ന സർക്കാരിൻ്റെയും CPMൻ്റെയും നിലപാട് ശരിയല്ല എന്നിട്ട് പച്ചയായി പറഞ്ഞോനാണ് ഞാൻ. അപ്പം എൻ്റെ വർഗീയവാദം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർഗീയവാദമാണ്. ജനമെന്ന വർഗത്തിന് വേണ്ടിയിട്ടുള്ള വാദം ഞാൻ തുടരും. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കൊക്കെ പോവുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പ്. ഇനി എങ്ങനെയാണ് പ്രചാരണ രീതികൾ? എങ്ങനെ? നാളെ നോമ്പാണ്, മറ്റന്നാൾ പെരുന്നാളാണ്. അപ്പോൾ ഈ 2 ദിവസം സ്വാഭാവികമായിട്ട് നാളത്തെ ഒരു ദിവസം പൂർണ്ണമായിട്ട് പോകും, നോമ്പായതുകൊണ്ട്. എനിക്ക് നോമ്പെടുത്ത് ഈ വെയിലത്ത് നിൽക്കാൻ ഇല്ലെങ്കിൽ ശാരീരിക പല വിഷമതകളുമുണ്ട്. മറ്റന്നാൾ പെരുന്നാൾ രാവിലെ ഇതേപോലെ ആളുകളെ കാണും. ഒരു വാഹനങ്ങളുടെ പെർമിറ്റിന് കൊടുത്തിട്ടുണ്ട്. ചിഹ്നത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ആ ചിഹ്നം കൂടെ കൊടുത്ത് അതിൻ്റെ പ്രിൻറ്റിങ് കാര്യങ്ങളും നടക്കണം. പെർമിറ്റ് കിട്ടണം. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ ദിവസം അതിന് പിറ്റേ ദിവസം നമ്മൾ പ്രചരണം, അനൗൺസ്മെൻറ്റും കാര്യങ്ങളും പോസ്റ്റേഴ്സും ബാനേഴ്സും ഒക്കെ ആയിട്ട് വരും. 1-2 ദിവസം സ്ഥാനാർത്ഥി പര്യടനം ഉണ്ടാവും. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ മറ്റു പാർട്ടികൾക്കൊക്കെ വ്യവസ്ഥാപിത സംവിധാനങ്ങളുണ്ട്. PV അൻവറിന് ബൂത്ത് എടുത്ത് പ്രവർത്തിക്കാൻ ആളുണ്ടോ എന്നുള്ളത് അത് നമുക്ക് കാണാം. അതാണ് ഇവരെയൊക്കെ വിചാരേ. ഇതുവരെ ഞാൻ മത്സരിക്കില്ല, പിന്മാറും എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഇറങ്ങാൻ നിൽക്കുന്ന കുറേ ആളുകളെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ 263 ബൂത്തിൽ കൃത്യമായിട്ട് മുഴുവൻ വീടുകളും കയറി എൻ്റെ അഭ്യർത്ഥന കൊടുക്കാനുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട്. അത് ഇനി ആഷ്കറൊക്കെ കാണും, അത്രയേ ഉള്ളൂ. ഒരുപാട് ജനങ്ങൾ ഒരിക്കലും ഇറങ്ങി വരില്ല. ആദ്യം മുതലേ പറയുന്നത് അവർ പാവങ്ങളാണ്, വരാൻ കഴിയില്ല. അവരുടെ മെസ്സേജുകളും അവരുടെ കമ്മ്യൂണിക്കേഷനുകളും എൻ്റെ ഫോണിലും എൻ്റെ ടീമിലെ ഫോണിലും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 8-10 ഫോണുകൾ നമ്മൾ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. CPMന് വേണ്ടിയിട്ട് വേറെ 4 ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ ഞാൻ അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. 40% കുറയാത്ത CPM അനുഭാവ വോട്ട് PV അൻവറിന് കിട്ടും. കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും മോശമല്ലാത്ത വലിയൊരു വോട്ട് കിട്ടും. വലിയ വോട്ടിന് നമുക്കിവിടെ വിജയിക്കാൻ സാധിക്കും. അത് തന്നെയാണ്. കുറഞ്ഞതൊന്നുമില്ല. എങ്ങനെ? ജയത്തിൽ കുറഞ്ഞതൊന്നും ഒന്നുമില്ല. ഇനി ഞാൻ സംസാരിക്കാനുമില്ല, ഇനി ജനങ്ങൾ പറയട്ടെ. ഓക്കെ. എന്നാലും പൂർണ്ണമായും ജയിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനത്തിലാണ് PV അൻവർ നിൽക്കുന്നത്. പെരുന്നാളിന് ശേഷം സജീവമായി പരസ്യപ്രചാരണത്തിലേക്ക് പോകുമെന്നും കൂടിയാണ് PV അൻവറിൻ്റെ പ്രഖ്യാപനം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പായൻ, റിപ്പോർട്ടർ മലപ്പുറം.